വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന UDF സർക്കാർ തലശ്ശേരിയുടെ ചരിത്രവും പാരമ്പര്യവും പ്രൗഢിയും മുഖ്യ അജണ്ടയായിരിക്കുമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് തലശ്ശേരിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. ഞങ്ങൾ ഇന്ന് കാലത്ത് തലശ്ശേരിയിലെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ നൂറുകണക്കിന് ആളുകൾ വന്നു. ആ നൂറുകണക്കിന് ആളുകൾ വന്ന് അവരവിടെ പറഞ്ഞു വെച്ച വിഷയങ്ങൾ ഓരോന്നും ഒരു ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എഴുതിയും പറഞ്ഞും ആ മണിക്കൂറുകൾ അങ്ങനെയാണ് കടന്നുപോയത്. ഓർഫനേജിൽ കഴിയുന്ന പാവപ്പെട്ട അമ്മമാരുടെ പെൻഷൻ തൊട്ട് മൈസൂർ തലശ്ശേരി റെയിൽപാത വരെയുള്ള കാര്യങ്ങളിൽ ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ ഓരോരുത്തരും അവിടെ വന്ന് പറഞ്ഞത്. പെൻഷനെ സംബന്ധിച്ച്, ക്ഷേമനിധിയെ സംബന്ധിച്ച്, ഇവിടുത്തെ ബസ് ഓണേഴ്സിന്റെ പ്രയാസങ്ങൾ, ട്രാഫിക്കിന്റെ പ്രശ്നങ്ങൾ, ഹൈവേയുടെ പ്രശ്നങ്ങൾ, ഈ തീരദേശത്തിന്റെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ ഓരോന്നും അവരെ കേട്ട് അവരിൽ നിന്ന് പരാതികൾ ഏറ്റുവാങ്ങിയ ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് കേവലം ഏറ്റുവാങ്ങലായിരിക്കില്ല, ഇത് മേടിച്ചു വെക്കലുമായിരിക്കില്ല. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് വന്നാൽ സംസ്ഥാനത്തുടനീളമുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും പറഞ്ഞു. ഒരുറപ്പ് ഞാൻ പറയുന്നു, ഈ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കൽ UDFന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരിക്കും എന്നുള്ളത് അവിടെ വന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞു. ഒരു വാചകം കൂടെ ചേർത്ത് പറഞ്ഞു, സർവപ്രതാപവും ഉണ്ടായിരുന്ന തലശ്ശേരി നഗരത്തെ, ഈ പ്രദേശത്തെ, ഈ മലബാറിന്റെ ഈ പ്രദേശത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്ന ഒരു സ്ഥലത്തെ അതിന്റെ പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ആൾട്ടർനേറ്റീവ് പ്ലാൻ അത് UDFന് ഉണ്ടായിരിക്കും എന്നുള്ളത് ആ യോഗത്തിൽ പറഞ്ഞു വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോ നിങ്ങളെ കണ്ട് നേരിൽ സംസാരിക്കാൻ വേണ്ടി വരുന്നത്.